കാണുമ്പോഴേ കടിച്ചു പറിച്ച് തിന്നാൻ തോന്നുന്നുണ്ട്. ഇനി ഇപ്പൊ സ്കൂളൊക്കെ പൂട്ടും, പിന്നെ 2 മാസം സ്വർഗം തന്നെ. സ്കൂളിൽ പഠിക്കുമ്പോൾ സമ്മർ വെക്കേഷൻ ആകാൻ ഞാൻ കാത്തിരിക്കുന്നതിന്റെ പ്രധാന കാരണത്തിലൊന്ന് ഇനിയിപ്പോ ഒന്നും പഠിക്കാൻ വേണ്ട, എക്സാം കഴിക്കും. മറ്റേ കാരണമാണ് ഈ തണ്ണിമത്തൻ. എനിക്ക് എന്ത് ഇഷ്ടമെന്നറിയോ? അതുപോലെ തന്നെയാണ് പഴുത്ത വാങ്ങി പറയുമ്പോ തന്നെ കൊതി വരിക. ഈ സീസൺ ആയി കഴിഞ്ഞാൽ റോഡ് സൈഡിൽ ഇതൊക്കെ കൊന്നി ഓട്ടിട്ട് വിൽക്കാറില്ലേ, അതൊക്കെ കാണുമ്പോൾ തന്നെ 3-4 കിലോ വാങ്ങി കിട്ടി വീട്ടിൽ കൊണ്ടുപോയിരുന്നു. ഇനിയിപ്പോ ഓർമ്മകളൊക്കെ ആയി വറുത്തോണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കാം. ഈ ചൂടത്ത് വെയിലൊക്കെ കൊണ്ട് എവിടെയും പോയിട്ട് വരുമ്പോഴേ ആ ഫ്രിഡ്ജിൽ ഇരിക്കുന്ന തണുത്ത തണ്ണിമത്തൻ ഇങ്ങോട്ട് എടുത്ത് ജ്യൂസ് ആക്കി കുടിക്കുമ്പോൾ കിട്ടുന്ന ആശ്വാസം ഉണ്ടല്ലോ, അത് വേറെ ഒന്നും കിട്ടൂല. ഇതിങ്ങനെ ജ്യൂസ് ആക്കി കുഞ്ഞായിട്ട് കട്ട് ചെയ്തിട്ട് പഞ്ചസാര ഇട്ട് കുത്തി കുത്തി കഴിക്കാൻ, വെറുതെ കട്ട് ചെയ്തെടുത്ത് കഴിക്കാനും എല്ലാം എനിക്ക് ഇഷ്ടം. പിന്നെ സ്കൂൾ തുറക്കുന്നവരെ തണ്ണിമത്തലും വാങ്ങിയില്ല എന്നെ കൊണ്ടാവുന്ന സകല പരീക്ഷണങ്ങളും ഞാൻ നടത്തും. ഇതിപ്പോ പുതിയൊരു പരീക്ഷണം. ഉപ്പും മധുരവും എരിയും പുളി എല്ലാം കൂടി ചേർത്തിട്ട് ആ ഒഴിച്ച വെള്ളത്തിൽ ഈ പറഞ്ഞ എല്ലാ സാധനങ്ങളും ഉണ്ടെങ്കിലും ഉപ്പും മുളകും ഒന്നുകൂടി പുറത്ത് വിതറിയിട്ടാണ് കഴിക്കുന്നത്. എന്റെ മുളക് ലേശം കൂടി പോയി. അതിന്റെ ഭാഗത്തിൽ ഞാൻ അത്ര കാണിക്കുന്നില്ലല്ലോ, ഉള്ളെല്ലാം പുകഞ്ഞിട്ടാണ് അവിടെ നിൽക്കുന്നത്. ചൂടായി കഴിഞ്ഞാൽ ഇതില്ലാത്തൊരു ദിവസം പോലും വീട് ഉണ്ടാവാറില്ലായിരുന്നു. പോയി വാങ്ങിയില്ലെങ്കിലും നമ്മുടെ വീടിന്റെ ഫ്രണ്ട് കൂടെ ഒക്കെ കൊണ്ടുപോയില്ലേ, 2 കിലോ 100, 3 കിലോ 150 എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങുമായിരുന്നു. ഇവിടെ ഇപ്പൊ വണ്ടിയില്ല, വെള്ളമില്ല. നാട്ടിലായിരുന്നെങ്കിൽ ഞാൻ എന്തോരം തണ്ണിമത്തം കഴിക്കേണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോ ചേട്ടൻ വാങ്ങിക്കൊണ്ട് വന്നതാണ്. പക്ഷെ മധുരം തീരെ കുറവായിരുന്നു.